ഗൈസ്, അങ്ങനെ ഒരു സീസൺ കൂടി അവസാനിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ട്രോഫി പോലും ഇല്ലാത്ത മറ്റൊരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. എലിമിനേറ്ററിൽ ഒഡീഷ എഫ് സിക്കെതിരെ വീണ്ടും മുന്നിൽ നിൽക്കുന്നു കലിംഗയിൽ. പിന്നീട് 2 ഗോളുകൾ വാങ്ങി പരാജയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്താ പറയുക, ടോട്ടലി ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഒരു മത്സരം നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിലുള്ള സ്ക്രീനിങ്ങിലാണ് പോയി കണ്ടത്. അപ്പം ഒരുപാട് ആരാധകരുടെ റിയാക്ഷൻസും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മത്സരമൊക്കെ തുടങ്ങിയ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഭയങ്കര എനിക്കൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഞാൻ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് വേണ്ടതൊരു ഇൻറ്റൻ്റ് ആണ് എങ്ങനെയുള്ളത്. പക്ഷേ ആ ഒരു ആദ്യത്തെ 30 മിനിറ്റിലൊക്കെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇവാനിസം എന്ന് പറയത്തില്ല, നമുക്ക് ഇവാൻ്റെ ആദ്യ സീസണിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. കുറേ ചാൻസസ് മിസ് ചെയ്തു, ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ മിസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ആ ഒരു മൊമെന്റിലൊക്കെ തോന്നിയത്. രണ്ടാം പകുതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു മൊമെന്റ്, നമ്മൾ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു മൊമെന്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് പറ്റുന്ന ഒരു സ്ഥിരം കാര്യം തന്നെയാണ്, ഒരു നോക്കൗട്ട് ഫേസിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ISL ഫൈനലിന് മുമ്പ് ഹൈദരാബാദിനെതിരെ പറ്റിയ പോലെ 87ാമത്തെ മിനിറ്റിലൊരു എന്താ പറയുക, ആ ഒരു ഗോള്, മൗറിഷ്യയുടെ ഒരു ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തുളച്ച് കയറുന്ന രീതിയിലാണ്. വല ക്യാത്തോട്ടാണ് കയറിയെങ്കിൽ കൂടി പറയാനുള്ളത്. ദെൻ 1-1 ആയി. പിന്നെ നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഒരു, നമ്മുടെ മാത്രമല്ല 2 ടീമിൻ്റെ പ്ലേയേഴ്സ് ഭയങ്കര ഒരു ലോ ആയിപ്പോയി എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം 90 മിനിറ്റ്സ് കഴിഞ്ഞ് അത്രയും ഒരു ഹോട്ട് സിറ്റുവേഷനാണ്, ഹ്യൂമിഡിറ്റി അത്ര ഹൈ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും 30 മിനിറ്റ്സ് കളിക്കുക എന്നൊക്കെ പറയുന്നത്, അവിടെ നിന്നാണ് രണ്ടാമത്തെ ഗോളും വരുന്നത്. ഒഡീഷ എഫ് സി വിൻ ചെയ്യുന്നു. പക്ഷെ നമുക്ക് തിരിച്ചു വരാനുള്ള ഓപ്പർച്യൂണിറ്റിയും ടൈമും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമായിട്ട് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഈ ഒരു മത്സരത്തെ പറ്റി പറയുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ KBFCക്ക് തന്നെയാണ് ക്ലിയർ ചാൻസസ് ഉണ്ടായിട്ടുള്ളത്. എനിക്കൊന്ന് ഫെഡററിന്റെ 2 സൂപ്പർ ചാൻസസ്, അതുപോലെ തന്നെ ഐമന്റെ ഒരു സൂപ്പർ ചാൻസ്, അത് അമരീന്ദറിന്റെ ഒരു നല്ല സേവാണ്. പിന്നെ അത് പോസ്റ്റിലിടിച്ചും പോയി. ഏതായാലും പിന്നെ അവർ തന്നെ ഒരു റിഡംഷൻ നടത്തി എന്നുള്ളതാണ്. അതായത് ഐമന്റെ ഒരു അസിസ്റ്റും ഫെഡോറിന്റെ ആ ഒരു ഗോളും വന്നത്, ഒരു നല്ല ഗോൾ അടിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ അവർ സെമി ഫൈനൽ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 87ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ കൂടി നമുക്ക് ചാൻസസ് ഉണ്ടായിരുന്നു. രാഹുലിന്റെ ആ ഒരു ഒരു ഫിംഗർ ടിപ്പിൽ തട്ടിയിട്ടാണ്, അമരീന്ദറിന്റെ ഫിംഗർ ടിപ്പിൽ തട്ടിയിട്ടാണ് പുറത്തോട്ട് പോയത്. അങ്ങനെ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുള്ള ഒരു മത്സരമാണ്. എപ്പോഴും നോക്കൗട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവാൻ അല്ലെങ്കിൽ നമ്മുടെ KBFC ടീമിന് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാറുണ്ട്. അത് ഈ ഒരു മത്സരത്തിലും കണ്ടു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയേണ്ട ഒരു ഫാക്ടേഴ്സ്, ഈ ഒരു മത്സരത്തിൽ ഇപ്പം ആ ഒരു ഗോൾ വന്ന സമയത്ത് തന്നെ ലൊബേറ ഒരു ചേഞ്ച് വരുത്തി. KBFC ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഡിഫൻഡേഴ്സിനെ ഒക്കെ മറ്റൊരു ഇന്ത്യൻ ഡിഫൻസ് ആക്കിയിട്ട് മൗറീഷ്യയും റോയ് കൃഷ്ണയും ഒന്നിച്ച് കളിപ്പിക്കാമെന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചു. സൈഗോഡാറിനെ കൂടി ആഡ് ചെയ്യുന്നു. അത് അവർക്ക് എഫക്റ്റീവായിട്ട് വന്നു എന്നുള്ളതാണ്. അത് സെക്കൻഡ് ഹാഫിലാണെങ്കിലും അപ്പം നമ്മളാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഫിനിഷിങ്ങിലൊക്കെ ഉള്ള പോരായ്മ ഉണ്ട്. നമുക്ക് ആ ഒരു ഇന്ത്യൻ ഡിഫൻസിനെതിരെ നമുക്കത് മുതലാക്കാനും സാധിച്ചില്ല. നമ്മളിപ്പം ഫെഡോറ് പോയപ്പോഴത്തേക്കും പിന്നെ കളിച്ചത് ലൂണയും ഐമനാണ്, അല്ലെങ്കിൽ ലൂണ രാഹുലൊക്കെ ആണെങ്കിൽ കൂടി രണ്ടുപേരും പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് അല്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ലെസ്കോവിച്ചിനെ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ 2-1 താന്ന് നിൽക്കുകയാണ്. അതായത് നമ്മൾ ട്രയൽ ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പം അവിടെ എനിക്കൊരു ടാക്ടിക്കൽ ചേഞ്ച്, അത് ഒരു പ്ലെയർ പോയി പകരം ഒരു പ്ലെയർ വന്നതിനപ്പുറം ഒരു ടാക്ടിക്കൽ ചേഞ്ച് ഇപ്പം ലൊബേറൊക്കെ നടത്തായിരുന്നു. ഇവൻ നിഷാനെ ആണെങ്കിൽ കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ നിഹാലിനെ കൊണ്ടുവരായിരുന്നു. ഒരു അറ്റാക്കിംഗ് ചേഞ്ച് ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവൻ നിഹാലായിരുന്നെങ്കിൽ കൂടി ഓക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ചേഞ്ച് നടത്തിയിരുന്നെങ്കിൽ നമുക്കൊരു സ്കോറിങ്ങിൽ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ത്രെഡ്സ് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ആ ഒരു ചേഞ്ച് വരാത്തതിൽ ഞാൻ സോ മച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. സോ അതാണ് ഗൈസ് പറയാനുള്ളത്. ഞാൻ മത്സരം കഴിഞ്ഞപ്പോൾ ചിന്തിച്ചൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ തോൽവി എന്ന് പറയുന്നത് ഒരു കുത്തരിയല്ല. നമുക്ക് വിജയം അല്ലെങ്കിൽ ഈ നോക്കൗട്ടിൽ നമ്മൾ വിജയിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് ട്രോഫി നേടി എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അതാണ് പുതുസ്. സോ തോൽവിയുടെ വേദന എന്താണെന്നുള്ളത് നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ട്രോഫി കിട്ടുന്ന മൊമെൻറ്റ്. അതിനുവേണ്ടി നമുക്ക് ഇനിയും ഒരു സീസൺ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ തീരുമാനങ്ങളാണ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നൊക്കെ വരുന്നത് എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കുകയാണ്.